ഈ നിരാശയുടെ അർത്ഥം എന്താണെന്നറിയോ? ഇത് സംഭവിക്കുന്നില്ല ഭൂരിഭാഗത്ത്. ഈ സമയത്ത് ആ പിള്ളേരെ നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഐസൊലേഷൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഒരു വലിയ കൂടാരം. നിങ്ങളുടെ കൊച്ചിന് അങ്ങനെ ഒരു സ്കില്ലില്ലെങ്കിലും നിങ്ങളുടെ കൊച്ചിന് അങ്ങോട്ട് ഇടിച്ച് കയറി കൂട്ടുകൂടാൻ സ്കില്ലില്ലാത്ത കൊച്ചാണ് വെച്ചു. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടൊരു കൊച്ച്. എസ്തർ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ വന്ന് കരച്ചിലോട് കൂടി പറഞ്ഞു തുടങ്ങി, അച്ഛാ ഒരു രക്ഷയില്ല, എനിക്ക് ഒരിടത്തും കൂട്ടുകൂടാൻ പറ്റുന്നില്ല. ആ കൊച്ച് ആ ഗ്രൂപ്പിനകത്ത് ഏറ്റവും പൊട്ടനായിട്ട് അറിയപ്പെടും, ഏറ്റവും വലിയ പൊട്ടൻ. അടുത്ത പോയിന്റ് മുമ്പേ പറഞ്ഞ സംഭവത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നു, എന്തുകൊണ്ട് സ്കൂളുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ചർച്ച ചെയ്തതിനാണെന്നറിയോ, അവളെന്നെ സ്കൂളിൽ വെച്ച് അടിക്കാൻ ശ്രമിച്ചു, ഞാനവിടെ കാല് വെച്ച് വീഴ്ചിട്ട് അവളുടെ മൂക്കിലിടിച്ചു, ഐ ആം ദ ടെറർ എന്ന് പറയുന്ന അതിൻ്റെ പുറത്തെ സാധനം. പെമ്പറത്തോട് വർത്തനം പറയും പലതും നിങ്ങൾ അധികാരത്തോടെ വർത്തനം പറഞ്ഞു വരും പല കാര്യങ്ങൾക്കകത്ത്. അല്ലെ പെമ്പറത്തോട് നിങ്ങളുടെ വർത്തനം പറയുമ്പോൾ വൈഫ് ഹസ്ബൻഡോട് വർത്തനം പറയും പല കാര്യങ്ങൾക്കകത്ത് ആർഗ്യുമെൻറ്റുകൾ വന്നു വരും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും മക്കളുമായിട്ട് സംസാരിക്കാനുള്ള ഇട കണ്ടുപിടിക്കുക. മുമ്പ് പറഞ്ഞിരുന്ന അതേ ടോപ്പിക്കിൻ്റെ, അത് എന്തുകൊണ്ട് പ്രവാസിക്ക് ഇവിടെ ടീനേജ് പ്രായം കഴിഞ്ഞ മക്കളെ വളർത്തി ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, എന്തുകൊണ്ടാണ് അവർക്കത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുനടക്കാൻ വയ്യാത്തത്, അതിനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാം, ഇത് കാണാത്തൊരു കഴിഞ്ഞ എപ്പിസോഡ് കാണുക. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടെന്ന് വിചാരിക്കുന്നു. കേട്ട ആൾക്കാർ വീണ്ടും കണ്ടിന്യൂ മുമ്പോട്ട് കേൾക്കുക. നിങ്ങൾ വീട്ടുകാരുമായിട്ട് പേരൻസും കുട്ടികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രൈം ഏറ്റവും ബേസിക് ബ്രിക്ക്, ആദ്യത്തെ കട്ട വെച്ചാലേ ഭിത്തി പണിയാൻ പറ്റൂ, അല്ലാതെ ഭിത്തിയുടെ മുകളിൽ നിന്ന് താഴോട്ട് പണിയാൻ പറ്റത്തില്ല. ഏറ്റവും താഴെ ഒരു കട്ട വെക്കണം. അതിൻ്റെ ഏറ്റവും താഴത്തെ കട്ടയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ബി കമ്മ്യൂണിക്കേറ്റീവ്, ബി വിത്ത് ദം, ടോക്ക് ടു ദം. ഈ നിരാശയുടെ അർത്ഥം എന്താണെന്നറിയോ? ഇത് സംഭവിക്കുന്നില്ല ഭൂരിഭാഗത്തും. നമ്മൾ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ ഭൂരിഭാഗത്തും വീട്ടുകാർക്ക് സംസാരിക്കാൻ താല്പര്യം ഇതാണ് അവർ പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ പറഞ്ഞു പോകും. നിങ്ങൾ വേറൊരു കാര്യം കൂടെ കേൾക്കണം. നിങ്ങളുടെ പിള്ളേർ എവിടെയെങ്കിലും ഒറ്റപ്പെടുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അത് നാട്ടുകാരും അല്ല വന്ന് ഇങ്ങോട്ട് പറയണ്ടേ. ഇത് പറയാനുള്ള കാരണം, ഇവിടെ വന്നിട്ട് വീട് വാങ്ങിക്കാറാവും ഭൂരിഭാഗം ഈ പിള്ളേരെ കൊണ്ട് നാട്ടിൽ നിർത്തും. ഇവിടെ വന്നൊരു 3 വർഷം 4 വർഷമൊക്കെ ആയ പിള്ളേരാണ്. PR ഒക്കെ എടുക്കാറാകുമ്പോൾ ഈ പിള്ളേരെ കൊണ്ട് നാട്ടിൽ നിർത്തും. എന്നിട്ട് 1 വർഷം 2 വർഷം ഇവർ നാട്ടിൽ പോകുമെന്ന് വെച്ച് നിങ്ങൾ അന്നേരത്തിന് കുറേ പൈസയൊക്കെ റൈസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും, കൂടുതൽ ജോലി ചെയ്യും, എന്നിട്ട് വീട് വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഈ പിള്ളേരെ തിരിച്ചു കൊണ്ടുവരും. ഈ സമയത്ത് ആ പിള്ളേരെ നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഐസൊലേഷൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഒരു വലിയ കൂടാരമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇത് ഉണ്ടാകരുതെന്നോ ചെയ്യരുതെന്നോ അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ചെയ്യാതിരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം, പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ല കാര്യം, പക്ഷെ അങ്ങനെ ചെയ്യാൻ ഇടയുണ്ടായാൽ ആ പിള്ളേരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ, അവരെ എങ്ങനെ നേരത്തെ ബെറ്ററായിട്ട് വെളിയിൽ കൊണ്ടുവരാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരെ പരിപൂർണ്ണമായിട്ട് കൊണ്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഈ പിള്ളേരെ കൊണ്ട് ഉപേക്ഷിച്ച് കളയരുത്. ബിക്കോസ് ഇറ്റ്സ് ജൂനിയർ യു. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ അവർക്കും തോന്നുന്നുണ്ടെന്ന് ദയവ് ഇതിന് മനസ്സിലാക്കാം. ഇനി ഇത് നാട്ടിൽ പോകുന്ന കഥയാണ് പറഞ്ഞത്, നമ്മുടെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രത്യേകത പറഞ്ഞത്. ഇതല്ലാതെ വേറൊരു സംഭവമുണ്ട്. ഈ സ്കൂളുകൾക്കകത്ത് ഇത്തരം ഒറ്റപ്പെടലുകൾ ഭയങ്കര കൂടുതലാണ്. ചിലപ്പോൾ വലിയ പ്രൗഡായിട്ട് പേരൻസ് വന്നേ കേട്ടിട്ടുണ്ട്. ആ സ്കൂളിൽ ഒരൊറ്റ ഇംഗ്ലീഷ് മലയാളി സ്റ്റുഡൻസ് പോലും ഇല്ല. 1-2 നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. ചില സ്കൂളിലൊക്കെ നോർത്ത് ഇന്ത്യൻ പോലും ഇല്ല. മൊത്തം കറമ്പരും ഇംഗ്ലീഷുകാരും മാത്രം നിങ്ങളുടെ സ്കൂളുകളുണ്ട്. നിങ്ങളുടെ കൊച്ച് ഇവിടെ എല്ലാം കൂട്ടുകൂടി ഇവൻ്റെയൊക്കെ തോളെ കയറ്റി നടക്കുവാനാണ് നിങ്ങളുടെ വിചാരം? അല്ല. ഇവരാരും നമ്മുടെ പിള്ളേരെ ഒറ്റയടിക്ക് കൂട്ടത്തില്ല. കൂട്ടുന്നവർ കാണും. നിങ്ങളുടെ കൊച്ചിന് അങ്ങനെ ഒരു സ്കില്ലില്ലെങ്കിലും നിങ്ങളുടെ കൊച്ചിന് അങ്ങോട്ട് ഇടിച്ച് കയറി കൂട്ടുകൂടാൻ സ്കില്ലില്ലാത്ത കൊച്ചാണ് വെച്ചു. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടൊരു കൊച്ച്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉടനെ പിള്ളേർ വാ മോളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു? ഇല്ല. ഷീ വിൽ ബി ലൈക്ക് ദാറ്റ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അതിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇടത്തിങ്ങനെ ഈ മാലാഹ കുഞ്ഞ് പോകുന്നവർ ജീവിക്കും. ടീച്ചർമാരും നല്ലത് പറയും, നാട്ടുകാരും നല്ലത് പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കൊച്ച് ഫെയിൽ ചെയ്യുന്ന അത്രയും വലിയ ട്രോമ വേറൊന്നുമില്ല. അതിന് കൂട്ടുകൂടാൻ ആരുമില്ല, അതിനാരോടും മിണ്ടാനില്ല, ആരുടെയും കൂട്ടത്തിൽ കളിക്കാൻ പോകാൻ പറ്റത്തില്ല, അതിനെ ആരും വിളിക്കുന്നില്ല. നോബഡി ഇൻവൈറ്റ്സ് ഹെർ. ഞങ്ങളുടെ കൊച്ചിന് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഓട്ടിസ്റ്റിക് ഡിസബിലിറ്റി ഉള്ളൊരു കൊച്ചായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ കൂട്ട്. ആ കൊച്ച് എൻ്റെ കൊച്ചിനെ ഒരിടത്തും കളിക്കാൻ പോകാൻ സമ്മതിക്കില്ല. കാരണം ആ കൊച്ച് എല്ലാവരോടും അടിപിടി. അത് ഒരിടത്തും ആരുടെയും കൂടത്തില്ല, ആരോടും മിണ്ടത്തില്ല, ആരുടെ കൂടെ കൂടിയാൽ അവരെല്ലാം ഇടിക്കുക, പറിക്കുക, ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കൊച്ച്. എസ്തറിനെ കൊടുത്ത് മാത്രം അവർക്ക് ഒരു കുഴപ്പമില്ല. സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് എസ്തർ ആരുടെ കൂടെ കളിക്കാൻ പോയാലും എസ്തറോട്ട് പൂരി അടിയാം. മീൻസ് ആ കുട്ടിയോട്ട് പൂരി അടിയാം. എസ്തറോട്ട് കുഴപ്പമൊന്നുമില്ല. അത് കരച്ചിലായി കംപ്ലൈൻറ്റ് അതിൻ്റെ വീട്ടുകാർ കാണാൻ വരുന്നു, സ്കൂളുകാർ നമ്മോട് ആവശ്യപ്പെടുന്നു. കാരണം സ്കൂളുകാർ നോക്കുമ്പോൾ ആ കൊച്ച് ഏറ്റവും സെറ്റിലായിരിക്കുന്നത് എസ്തറിൻ്റെ കൂടുതലാണ്. അപ്പം അവരെപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യും. മോളെ അവളെ കൊടുത്ത് കൊണ്ടുപോകും, അതിനെ കൊടുത്ത് വിളി കൊണ്ടുപോകും എന്നുള്ള മോഡലുള്ള വർത്താനം. ആരും ഗൈഡ് ചെയ്തല്ല, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് അല്ല, ഗൈഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. എസ്തർ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ വന്ന് കരച്ചിലോട് കൂടി പറഞ്ഞു തുടങ്ങി, അച്ഛാ ഒരു രക്ഷയില്ല, എനിക്ക് ഒരിടത്തും കൂട്ടുകൂടാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഒഴിവാക്കണം ഇവള് കാരണം. ഇവളെയും കൊണ്ട് ഞാൻ ഏത് ഗ്രൂപ്പിൽ ചെന്ന് കയറിയാലും അവരെല്ലാം അവിടെ എഴുതിയിട്ടു. ഓർത്തോളം 5ാം ക്ലാസ് 6ാം ക്ലാസ് ഇത് ഫേസ് ചെയ്ത് കൊച്ചിൻ്റെ ട്രോമയുടെ എവിടെ നിന്ന് ഓർത്തേക്ക് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവരോട് വീട്ടുകാരോട് സ്കൂളുകാരോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ, അല്ലാതെ ആ കൊച്ചിനെ ക്ലാസ്സിൽ എടുത്ത് കളയാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ഇതിനെ പിന്നെ ഞാൻ ട്രെയിൻ ചെയ്യുവാണ് എങ്ങനെ അതിനോട് സംസാരിക്കാം.
അതിന് നോട്ട് ബുക്കുകൾ കൊടുക്കുക, അതിൻ്റെ ബുക്കിനകത്ത് എഴുതി കൊടുക്കുക, ഇന്ന ദിവസങ്ങളിൽ ഇന്ന ടൈമിൽ ഞാൻ നിൻ്റെ അടുത്ത് കളിക്കാൻ വരും. അങ്ങനെ എന്തുമാത്രം സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അത് ആ കൊച്ചുമായിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവളെ കൊണ്ട് സംസാരിപ്പിക്കണം. അത് സംസാരിപ്പിച്ച് സോൾവ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിപ്പിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ആ കൊച്ചു ഒറ്റപ്പെട്ടു പോയ കഥയാണ് പറയുന്നത്. അതെങ്ങനെ നമ്മൾ അറിയാനാ സംസാരിക്കാതെ? അവളുടെ കേസിനകത്ത് വേറെ ആരും വന്ന് ഇടപെടും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം ഒറ്റപ്പെടൽ ഒഴിവാക്കാനായിട്ടുള്ള ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷേ അത് ചിലപ്പോൾ സ്കൂളുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും. അടുത്ത പോയിൻ്റാണത്. പക്ഷേ എന്നാലും സ്കൂളുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത്. ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേർക്കിടയിൽ നിങ്ങളുടെ കൊച്ചിനെ വയലിൻ വായിക്കാൻ കഴിവുണ്ടായിരിക്കും. വയലിൻ വായിക്കാൻ ആ ഗ്രൂപ്പിൽ വേറെ ആർക്കും അതിന് താല്പര്യമില്ല. ആ കൊച്ച് ആ ഗ്രൂപ്പിനകത്ത് ഏറ്റവും പൊട്ടനായിട്ട് അറിയപ്പെടും. ഏറ്റവും വലിയ പൊട്ടൻ, മണ്ടനും പൊട്ടനും. ആ ബാക്കിയുള്ള എല്ലാ സ്പോർട്സിനകത്തും മറ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ഭയങ്കര പെർഫോമൻസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഭയങ്കര പഠിത്തക്കാർ അങ്ങനെ നിൽക്കുന്നു. ഈ കൊച്ചായിരിക്കും കൂടുതൽ ഏറ്റവും വലിയ പൊട്ടൻ. ഈ കൊച്ച് എത്ര ശ്രമിച്ചാലും ആ ഗ്രൂപ്പിനകത്തൊരു നല്ല പേര് കിട്ടില്ല. അത് എത്ര കാലം ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് വെള്ളത്തിൽ നീന്തുന്ന മീനിനോട് നിങ്ങൾ മരത്തെ കയറുന്ന കുരങ്ങനാകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വർക്കാവില്ല. എന്നാൽ ഇതേ പ്രശ്നം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊച്ചിനെ നിങ്ങൾ ഇതിൻ്റെ പിയർ ഗ്രൂപ്പ് എത്ര കൊണ്ട് ചേർത്ത് വയ്ക്കുക. വയലിൻ പഠിക്കുന്ന, വയലിനോട് ഇഷ്ടമുള്ളൊരു ഗ്രൂപ്പിനകത്ത് കൊണ്ടുവന്നിട്ടേ ആ കൊച്ച് വളരെ പെട്ടെന്ന് പെർഫോം ചെയ്യും. ആ കൊച്ചിന് പെട്ടെന്ന് അതിനകത്ത് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഗ്രൂപ്പിനകത്ത് ചെന്നതിൻ്റെ സന്തോഷം കണ്ടെത്താൻ പറ്റും. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ കൊച്ചാണ് നിങ്ങളോട് പറയേണ്ടത് ഇന്നിടത്ത് ഇന്ന ഗ്രൂപ്പുകളുടെ സംഭവം ഉണ്ട് കേട്ടോ, അപ്പോൾ അതിനകത്ത് എന്നെ കൊണ്ടുപോകാമെന്ന് കൊച്ചിനോട് ചോദിക്കുമോ? ഇല്ല. നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടേ. അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. ഇത് ഈ ഒറ്റപ്പെടലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നേ ഉള്ളൂ. അടുത്ത പോയിന്റ് മുമ്പേ പറഞ്ഞ സംഭവത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നു. എന്തുകൊണ്ട് സ്കൂളുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? കാരണം നമ്മളെക്കാട്ടിലും കൂടുതൽ ഒരു പ്രായം എത്തുമ്പോൾ ഈ പിള്ളേരോട് ജീവിക്കുകയും ഇവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും ഇവരുടെ ബിഹേവിയർ ചേഞ്ചുകൾ കാണുകയും ചെയ്യുന്നത് ഈ വീട്ടുകാരല്ല. അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൊച്ചു ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, അതിൻ്റെ ബിഹേവിയർ മാറുന്നെങ്കിൽ ആദ്യം സ്കൂളുകാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരോട് ഗൈഡൻസ് ചോദിക്കുക. എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകും? ഈ ബോധപൂർവം അല്ലാതെ ഇവർക്ക് പഠന നിലവാരത്തിലുള്ള ഇടിവുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ ബിഹേവിയർ അത്ര ചേഞ്ചുകൾ ഉണ്ടാകും, ഇവർ പലതിനോടും പെട്ടെന്ന് വിമുഖത കാണിക്കുന്ന ലെവലിലോട്ടെത്താം. ഇത്തരം സാധനങ്ങൾക്കകത്ത് എപ്പോഴും ചിന്തിക്കേണ്ടതാണ് ഇവരുടെ ഡിജിറ്റൽ ലോകം എന്താണെന്നുള്ളത്. ഇവരുടെ ഫോൺ, ഇവർ കാണുന്ന ഷോർട്സുകൾ, ഇവർ കാണുന്ന റീലുകൾ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ്, ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ തപ്പണം. അതറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിനകത്താണ് നിങ്ങൾ ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ അക്കൗണ്ടിനകത്ത് ഫോണിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ ഹിസ്റ്ററി എന്തുമായിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. എന്താണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കാണുന്ന ഈ വിഷ്വൽസ് ഉണ്ടല്ലോ, അത് രാവിലെ മുട്ട ചിക്കി പൊരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പാവയെ കളറടിക്കുന്നതായിരിക്കാം, കല്ലടിക്കി വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഇതായിരിക്കും ഷോർട്സ്. അതല്ല ഇതിനെ പുറകെ പറയുന്നത്. നിങ്ങളതിനെ പുറകെ പറയുന്നത് എന്നാണ് കേൾക്കണം. ഇവരുടെ ഈ പിള്ളേരുടെ ഷോർട്സിനുള്ള മൊത്തം പ്രത്യേകതയാണ് ഒരു ബന്ധമില്ലാത്ത വിഷ്വൽസാണ് കാണിക്കുന്നത്. പലതിനും മില്യൺ കണക്കിനാണ് വ്യൂ. നിങ്ങൾ ആ വിഷ്വലുകൾ പലതും കേട്ട് നോക്കണം. അതായത് സൗണ്ട് കൂട്ടിയിട്ട് ആ വിഷ്വൽ ഒന്ന് കേട്ട് നോക്കണം. ചർച്ച ചെയ്യുന്നതിനാണെന്നറിയോ, അവളെന്നെ സ്കൂളിൽ വെച്ച് അടിക്കാൻ ശ്രമിച്ചു, ഞാനവിടെ കാല് വെച്ച് വീഴ്ചിട്ട് അവളുടെ മൂക്കിലിടിച്ചു, ഐ ആം ദ ടെറർ എന്ന് പറയുന്ന അതിൻ്റെ പുറത്തെ സാധനം കാണിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടൊരു പാവയെ ഇങ്ങനെ മറ്റേ പഞ്ഞിത്തുണ്ട് പോലത്തെ അടുക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കളറടിക്കുന്നു. അതാണ് കാണിക്കുന്ന വിഷ്വൽ. നമ്മളെങ്ങനെ ഊഹിക്കാനാണ് ഇതിനകത്ത് ഇങ്ങനെ ഹാംഫുൾ ആയിട്ടൊരു മെസ്സേജ് ഉണ്ടെന്നുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഷോർട്സുകൾ കേൾക്കണം. ഇവരുടെ ഡിജിറ്റൽ ലോകം എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് മസ്റ്റാണ്. അല്ലാതെ കൊച്ചിന് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ കൊച്ചങ്ങനെ ചെയ്യുമെന്നൊക്കെ ചുമ്മാ അങ്ങ് ബ്ലൈൻഡായിട്ട് ബിഹേവ് ചെയ്ത്. എല്ലാവരുടെ ഉള്ളിലും ഒരു മൃഗമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവരെ നോൺ ജഡ്ജ്മെൻറ്റിലായിട്ട്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ ഉണ്ടാക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, നിങ്ങളുടെ തോൽവികൾ പറഞ്ഞ്, നിങ്ങൾ അവരുടെ ലെവലിലോട്ട് താഴാൻ ശ്രമിക്കുക, അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അവരെ ജഡ്ജ് ചെയ്ത് കേൾക്കരുത്. നോൺ ജഡ്ജ്മെൻറ്റായിട്ട് നിങ്ങൾ അവരെ കേൾക്കുക. അത് തന്നെ ഒരു വലിയ സംഭവമാണ്. ഒരു വലിയ ലിസണറാകാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ബെറ്റർ പേരൻ്റ് 50% നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി അവരുടെ ഇഷ്ടങ്ങൾ എന്തായിക്കോട്ടെ, ആ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ട് ഇറങ്ങിച്ചില്ല. അതൊരു ഗെയിം ആകാം, ഒരു സിനിമയാകാം, അവർക്ക് ഇഷ്ടമുള്ളൊരു ഇൻസിഡൻ്റ് ആകാം, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നൊരു വസ്തുവാകാം. നിങ്ങൾക്ക് പെയിൻറ്റിങ് അറിയത്തില്ലായിരിക്കും, കുഴപ്പമില്ലെന്നേ. നിങ്ങൾ അതിൻ്റെ കൂടെ ഇരിക്കുക, നിങ്ങളുടെ ഒരു പുസ്തകം വായിച്ച് അവരുടെ കൂടെ തിരി. അപ്പോൾ അവരാ ചെയ്യുന്ന സാധനത്തിന് കൂടുതൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് കാണണം. അല്ല പുസ്തകം വായിച്ച് മിണ്ടായി വെച്ചേ എന്ന് പറയുമല്ല. അവരുടെ കൂട്ടത്തോട് നിങ്ങൾ ഇറങ്ങിച്ചില്ല. പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ്, ബി ഓട്ടോണോമസ്. ഓട്ടോണോമിക്കായിട്ട് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. ഓരോ ഫേസിലും, ഓരോ പ്രായത്തിലും, ഓരോ ലെവൽ വരെ ഉള്ളെങ്കിലും അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിൽ തെറ്റ് പറ്റാനുള്ള ഇട കൊടുക്കുക. ആ തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യാനും അത് നിങ്ങളോട് സംസാരിക്കാനുള്ള ഇട നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. ഇത്രയും സാധനങ്ങൾ ചെയ്താൽ, അതായത് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നൊരു പോയിന്റ് കൂടി ഇതിനകത്തുണ്ട്. കോൺഫ്ലിക്ട്സ് എപ്പോഴും ഒഴിവാക്കുക. കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ബേസിക് പോയിന്റ് ഞാൻ പറഞ്ഞു, ദയവ് ഇത് കുറ്റപ്പെടുത്തരുത്.
വഴി കൂടെ പോകുന്ന എല്ലാത്തിനും ആ കൊച്ചിൻ്റെ മുകളിൽ കുറ്റം കയറ്റരുത്. ഒരു അല്പം സമചിത്തതയോടെ സംസാരിക്കുക. പെമ്പറന്നത്തിൽ വർത്തമാനം പറഞ്ഞവരല്ല കൊച്ചിനോട് വർത്തമാനം പറഞ്ഞത്. പെമ്പറന്നത്തിൽ വർത്തമാനം പറയും പലതും നിങ്ങൾ അധികാരത്തോടെ വർത്തമാനം പറഞ്ഞു വരും പല കാര്യങ്ങൾക്കകത്ത്. അല്ലെ പെമ്പറന്നത്തിൽ നിങ്ങളുടെ വർത്തമാനം പറയുമ്പോൾ വൈഫ് ഹസ്ബൻഡോട് വർത്തമാനം പറയും പല കാര്യങ്ങൾക്കകത്ത് ആർഗ്യുമെൻറ്റുകൾ വന്നു വരും. ഒരു കൊച്ചിനോട് ആർഗ്യൂ ചെയ്യണമെന്നില്ല. ഷീ ഈസ് ലുക്കിംഗ് അറ്റ് യു ആസ് എ ഡിപ്പെൻഡ്. അല്ലേ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ കൊച്ചി ചോദിക്കുന്നത്, അച്ഛ അമ്മ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം പറ്റി. ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനായിരിക്കും, അത് മിണ്ടാതിരിക്കുകയായിരിക്കും. അതിനർത്ഥം ഷീ ഈസ് സീക്കിങ് ഹെൽപ്പ്. അപ്പോൾ കുറച്ച് സമചിത്തതയോടെ സംസാരിക്കുക. ചുമ്മാ കിടന്ന് തുള്ളുകയോ തർക്കിക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അപ്പോൾ ദേഷ്യം വരും. അപ്പോൾ വികാരങ്ങളൊന്ന് അടങ്ങിയ ശേഷം വെൻ ദ അയൺ ഈസ് കോൾഡ് എന്ന് പറയും, അതായത് ഇരുമ്പൊന്ന് തണുത്തിട്ട് വേണം എന്ന് പറയും. അതുപോലെ വികാരങ്ങളൊന്ന് അടങ്ങിയ ശേഷം മാത്രം സംസാരിക്കാൻ അങ്ങനെ കഴിവില്ലെങ്കിൽ പറയാം, ഓണം എനിക്ക് കാര്യങ്ങൾ ഞാൻ കേട്ടു, ലെറ്റ് മീ ഗിവ് യു 5 minutes. അപ്പോൾ നമ്മൾ 5 minutes ശേഷം നമുക്ക് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കാം. അച്ഛനൊരു കാപ്പി കുടിച്ചിട്ട് വരാം. ആ പിള്ളേർ പഠിക്കും, ഓക്കെ അച്ഛനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോ ഹീസ് ബൊമ്പാഡിങ്. അതുകൊണ്ട് പിള്ളേർ കാം ഡൗൺ ചെയ്യാൻ പോയതാണ്. അതൊരു ശീലമാക്കി എടുക്കേ. അപ്പോൾ പിള്ളേർ പതുക്കെ പഠിക്കും, ഓ അച്ഛൻ അപ്സെറ്റായി കഴിയുമ്പോൾ ഇതുപോലെ പോയി കാപ്പി കുടിക്കുന്ന പോലെ അങ്ങോട്ട് ഇവിടെ നടന്നിട്ട് അതൊക്കെ തിരിച്ചു വരും. എന്നിട്ട് ശാന്തതയോടെ സംസാരിക്കും. അവരിതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ മതിക്കും. അത് ചെയ്തു തുടങ്ങിയാലേ അറിയൂ. അല്ലാതെ ഈ നാട്ടിലെ പോലെ കുതിരപ്പുറത്ത് കയറി തുള്ളുന്ന സ്വഭാവം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കൊച്ചും മതിക്കൂല. പിന്നെ ദയവ് ചെയ്ത് തന്നോളം അയാൾ താണെന്ന് കാണുന്ന പരിപാടി സ്വയം ഒരു തുല്യതയോടെ കാണാം. കുഞ്ഞു കൊച്ചിനെ ഡീൽ ചെയ്യുന്നവരല്ലല്ലോ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ ഡീൽ ചെയ്യുന്നവർ അങ്ങനെയാണോ? അങ്ങനെ ചെയ്യരുത്. 8ാം ക്ലാസ് ആയിക്കോട്ടെ 9ാം ക്ലാസ് ആയിക്കോട്ടെ, അതിന് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്, അതിന് കൊടുക്കേണ്ട ഒരു കെയർ ഉണ്ട്, അതിനോട് ബിഹേവ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. അത് ദയവ് ചെയ്ത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അഡൾട്ട് ആയതുകൊണ്ടും ഞാൻ നിൻ്റെ തന്തയും തള്ളയും ആയതുകൊണ്ടും ഞാൻ ബോസ് ആയിരിക്കും, നീ മിണ്ടാതൊരു മൂലയ്ക്കിരുന്ന് പണിയെടുക്കടാ, നാപ്പടക്കടാ, പണിയെടുക്കടാ എന്നൊരു കൊച്ചിനോട് ബിഹേവ് ചെയ്യാതെ വോണ്ട് ഡു എനി ഗുഡ്. ഇത് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു നിർത്തുന്നേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് കുടിയേറ്റ കുടുംബങ്ങൾക്കകത്ത് പറ്റുന്നത് ഭാഷ തന്നെയാണ്. അവരുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ക്ഷമയോടെ അവരുടെ കൂടെ ഇരുന്ന് ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകത്ത് ചോദിച്ചാൽ ഈ പിള്ളേർ പറഞ്ഞു തരും. അവർക്കും അറിയാൻ നിങ്ങൾക്ക് ഈ ഭാഷ അറിയത്തിരുന്നുള്ളത്. അല്ലാതെ നിങ്ങൾ അവരുടെ അപ്പനും അമ്മയും ആയിരിക്കുന്ന നിങ്ങൾ അവരുടെ വല്യപ്പച്ചനും വല്യമ്മച്ചാൻ ശ്രമിക്കാതെ സിമ്പിളായിട്ട് അവരോട് പറ, ഇങ്ങനൊരു സംഭവം എനിക്ക് നീ പറഞ്ഞാൽ മനസ്സിലായില്ലേ കുഞ്ഞേ. അപ്പോൾ ചിലപ്പോൾ കോളേജൊക്കെ കളിയാക്കുമായിരിക്കും, പക്ഷെ അവർ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഭാഷ ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് എടുത്തു പറയുന്നത്. വീട്ടിൽ ഒരു അല്പം സ്നേഹവും ഊഷ്മളതയൊക്കെ കിട്ടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വീട്ടുകാരോടുള്ള പിള്ളേരുകൾ എപ്പോഴും ജീവിതത്തിനകത്ത് അതൊരു ഒരു 7 പോയിൻ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, വീട്ടിൽ ഒരു സ്നേഹവും ഊഷ്മളതയൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന പിള്ളേർക്ക് എപ്പോഴും അവരുടെ പുറം ലോകത്തോട് വേറെ ടൈപ്പിലുള്ള ഓപ്പണിങ് കിട്ടും. അവർക്ക് പുറം ലോകത്തുനിന്ന് കിട്ടുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. കാരണം അവർ വീട്ടിൽ ഓൾറെഡി ഇത്തരം സമ്മർദ്ദങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്ത് വളർന്ന പിള്ളേരാണ്. അല്ലാതെ ആരോടും മിണ്ടാതെ സ്വന്തമായിട്ട് ഇനി നാളെ രാവിലെ കളച്ച് പഠിക്കാൻ പോവല്ല. രണ്ടാമത്തെ പോയിന്റ്, അവരുടെ താല്പര്യങ്ങൾക്കകത്ത് നിങ്ങളും താല്പര്യം കാണിച്ചാൽ അവരെപ്പോഴും മറ്റുള്ളവരോടും കെയറിങ് ആയിരിക്കും. എനിക്കത് ഇഷ്ടമില്ല, എനിക്ക് അവളുടെ കൂടെ വർത്തമാനം പറഞ്ഞ ഇഷ്ടമില്ല, അവളുടെ ഇഷ്ടങ്ങൾ എനിക്ക് താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ ഐ ആം സപ്പോസ് ടു ബി എ ടീം പ്ലെയർ എന്ന് നിങ്ങൾ അവരെ ചെറുപ്പത്തിലേ കാണിച്ചു കൊടുത്തു. അവരും ആ ടീം പ്ലെയർ ആശ്രമിക്കും. 3, അവർക്ക് അവരുടെ വഴികൾ കണ്ടെത്താനുള്ള സമയവും സ്വാതന്ത്ര്യം കൊടുക്കുക. ഓട്ടോണോമിക് ആയിട്ടുള്ള ഡെസിഷൻസിനുള്ള ഇട കൊടുക്കുക. അതൊരു വലിയ ഹെൽപ്പാണ് അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനകത്ത്. തെറ്റ് പറ്റിയത് ഏറ്റെടുക്കാനും അക്സെപ്റ്റ് ചെയ്യാനും സോറി പറയാനും അപ്പോളജറ്റിക് ആകാനും വിജയങ്ങൾക്കകത്ത് മതിമറന്ന് ആഹ്ലാദിക്കാനും ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ സഹായിക്കും. കാരണം അത് അവരുടെ തീരുമാനമാണ്. അവരുടെ തീരുമാനത്തിൽ തെറ്റ് ശരി അവരേക്കും. 4, കുട്ടികൾ പരാജയപ്പെടുമ്പം ആരും പരാജയപ്പെടാം. ടു എർ ഈസ് ഹ്യൂമൻ, ഫെയിലിയർ ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. അതെല്ലാം നോർമലാണ് ജീവിതത്തിൻ്റെ. അത് ജീവിതത്തിൻ്റെ ലാസ്റ്റ് വേണമെന്നല്ല. പരാജയപ്പെടുമ്പോൾ പരാജയങ്ങൾക്കകത്ത് കൂടെ നിൽക്കുക. അതൊരു തെറ്റായിട്ടല്ല അവരുടെ ഒരു വലിയ വീഴ്ചയായിട്ട് അവരുടെ കഴിവുകളായിട്ട് കാണിക്കരുത്. ലെറ്റ് us സ്റ്റാർട്ട് ഓൺ അനദർ ബ്രിക്ക്, ലെറ്റ് us സ്റ്റാർട്ട് ഓൺ അനദർ സ്ക്രാച്ച്. അത് വീണ്ടും ബിൽഡ് ചെയ്ത് കയറി വന്നോളും. അത് നിങ്ങൾ അവരോട് നിന്ന് കൊടുത്താൽ മാത്രം മതി. നിങ്ങളതിന് വേണ്ടി ഒരു പണി എടുക്കണ്ട. നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പൈസ പോകുന്നില്ല, നിങ്ങളത് എക്സ്ട്രാ ടാക്സ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ മുടക്കേണ്ടി വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് അത് ചെയ്തില്ലെങ്കിൽ ആ പിള്ളേർ അത് ചെയ്യുന്ന വേറെ പലരുടെയും പുറകെ പോയെന്ന് വരും. എനിക്ക് വിഷമം ഉണ്ടാകുമ്പോൾ എല്ലാം കേൾക്കുന്ന ചേട്ടനും എല്ലാം കേൾക്കുന്ന മറ്റേ കെയർ ചെയ്യുന്ന മറ്റേ ബോയ് ഫ്രണ്ടും ഒക്കെ വന്നെന്ന് വരും. അത് ചെയ്യാനുള്ള ഇട കൊടുക്കുന്നതിന് മുമ്പ്, ബോയ് ഫ്രണ്ട് വരുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് ചെയ്യാനുള്ള ഇട കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സൈഡ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു രക്ഷിതാവും പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അടുത്ത പോയിന്റ്, നിങ്ങൾ പെർഫെക്റ്റ് ആയിക്കേണ്ട ആവശ്യമേ ഇല്ല. ബി നോർമൽ. ആക്ട് ചെയ്യാതെ, ഞാനിങ്ങനെ പെർഫെക്റ്റ് പേരൻ്റായിട്ട് ആക്ട് ചെയ്ത് ജീവിതം മുഴുവൻ നിങ്ങൾ പൊട്ടനായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് ജീവിക്കാതെ നിങ്ങൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. അവരത് അക്സെപ്റ്റ് ചെയ്യും. അവർക്കതാണ് ഇഷ്ടം. അവരും നിങ്ങളുടെ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. അവർ നിങ്ങളുടെ മുമ്പിൽ ആക്ട് ചെയ്യില്ല, അവർ നിങ്ങളുടെ മുമ്പിൽ ഹൈഡ് ചെയ്യില്ല. വല്ലതും മനസ്സിലായാൽ ഗുണപ്പെട്ട ഗുണം. അതുപോലെ നിങ്ങൾ തെറ്റ് പറ്റിയാൽ അപ്പോളജറ്റിക് ആകാൻ പഠിക്കുക. ഭൂരിഭാഗം പേരൻസിനെ പ്രശ്നമാണ് പിള്ളേരോട് ഞങ്ങൾ സോറി പറയില്ല. പിള്ളേരുടെ മുമ്പിൽ എനിക്ക് തെറ്റ് പറ്റി, ഓ ആം റിയലി സോറി, ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല, എടാ അച്ഛൻ അറിയത്തില്ലായിരുന്നു കേട്ടോ എന്ന് പറയില്ല. കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത്രയും പേരൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത്രേ ആണോ?
എന്ത് തോന്നുന്നു? സ്വന്തം കുഴി കുത്തുകയാണ് മാത്രം ഓർക്കുക. നാളെ നിങ്ങളുടെ പിള്ളേരും ഈ പറഞ്ഞ സംഭവങ്ങൾക്കകത്തൊക്കെ ഇതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. ബിക്കോസ് ദേ ആർ ജൂനിയർ യു. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും മക്കളുമായിട്ട് സംസാരിക്കാനുള്ള ഇട കണ്ടുപിടിക്കുക. നിങ്ങൾ അവരുടെ കൂടെ നീന്താൻ പോവോ, പുഴ ചാടാൻ പോവോ, സൈക്കിൾ ചവിട്ടാൻ പോവോ, ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല, അതിനുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വർത്താനം പറയാനുള്ള ഇടയിൽ കണ്ടുപിടി. അതാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരു താമസിക്കുന്നത് 10 മിനിറ്റെങ്കിലും വർത്താനം പറയാനുള്ള ഇട കണ്ടുപിടി. അത് നിങ്ങൾക്ക് ഭാവിയിൽ ചിലപ്പോൾ 10 വർഷങ്ങളുടെ ഗുണം ചെയ്യും. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഇവിടെ ഈ പിള്ളേരെ വളർത്തുന്നതിൽ പഠിച്ച പാഠങ്ങൾ. കൂടുതൽ അറിയുന്ന ആൾക്കാർ കൂടുതൽ എഴുതുക, നമുക്ക് കൂടുതൽ സംസാരിക്കാം. എന്തെങ്കിലും വസ്തു വിട്ടുപോകുന്നതിൻ്റെ അല്ല, എൻ്റെ അനുഭവത്തിനകത്തെ ഓരോരോ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ ഓരോ വീഡിയോകൾക്കകത്ത് പറയുന്നത്. അപ്പം ഞാൻ അതിനുള്ള എക്സാമ്പിൾസ് എനിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ എന്തുവാന്ന്. അതുകൊണ്ടാണ് വീഡിയോയുടെ നീളം കൂടി പോകുന്നത്. എനിക്ക് ഒരു നിർബന്ധമില്ല, ഇതൊന്നും ഇപ്പോൾ പെയ്ഡ് വീഡിയോകളല്ല, ഇതൊന്നും എനിക്ക് മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലല്ല ഇത്. അപ്പോൾ ഇത് പെയ്ഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതല്ല, അതുകൂടെ മനസ്സിലാക്കാം. ഇത് ചെയ്താൽ നല്ലത്, നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് നല്ലത് നോക്കുന്നതാണ് ഭൂരിഭാഗം സാധനം ഞാൻ ചെയ്യുന്നത്. സാധാരണ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളും അങ്ങനെയാണ്. അവൻ്റെ അനുഭവം പറയുവാണെന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്കിംഗ് മീ ഹാപ്പി. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കമൻറ്റുകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരാൾ എന്നോട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് തെറ്റ് ശരി ഒരാൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഷെയർ ചെയ്യാൻ പറയാറില്ല. നിങ്ങൾക്കിത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഇത്തവണ പറയാൻ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.